ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു മട്ടൺ മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മട്ടൺ മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 3 മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് പച്ചമുളക്, ഹോൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വെക്കാനാണ് കേട്ടോ. പിന്നെ ഇവിടെ എരിവുള്ള പച്ചമുളക് ഒരു 2 എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു 2 മീഡിയം തക്കാളി, ഒരു ചെറിയ മാഗി ചോക്ക്, ഒരു കഷ്ണം എടുക്കാം നമുക്ക്. പിന്നെ വേണ്ടത് ഡ്രൈഡ് ലെമൺ വേണം, ഉണക്കനാരങ്ങ വേണം. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലി, 1 ടീസ്പൂൺ മല്ലി, അതുപോലെ തന്നെ 2 ഏലക്കായ, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു ബേ ലീഫ്. പിന്നെ വേണ്ടത് ഞാനിവിടെ 2 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കണം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും മട്ടൻ്റെ വേവ് അനുസരിച്ച് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മട്ടൺ ആദ്യം തന്നെ വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 കപ്പ് വെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ്, മീറ്റ് മന്തി മസാലപ്പൊടി. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് മട്ടൺ ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മട്ടൻ്റെ വേവ് അനുസരിച്ച്, ഓരോരുത്തരുടെ മട്ടൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് നമ്മുടെ മട്ടൺ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഉടയാൻ പാടില്ല, കാരണം നമ്മൾ ഇത് ഏറ്റവും അവസാനം കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉടയാത്ത രീതിയിൽ നമ്മൾ മട്ടൺ വേവിച്ചെടുക്കുക. അങ്ങനെ മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് ഉടയുന്ന രീതിയിൽ ആയിട്ടില്ല. ഇനി നമുക്ക് ഈ മട്ടൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. സ്റ്റോക്ക് വേറൊരു പാത്രത്തിലേക്കും മട്ടൻ വേറൊരു പാത്രത്തിലേക്കും മാറ്റിയെടുക്കാം. എന്നിട്ട് സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. കാരണം അതിൽ ഗരം മസാലകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഏലക്കായും കറുകപ്പട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ മാറ്റി വെച്ചിട്ടുണ്ട്, സ്റ്റോക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, ഒന്ന് ചൂടാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് 2 കപ്പ് ബസ്മതി റൈസിന് എടുത്തേക്കുന്നത്. അപ്പോൾ അത് അരി വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒപ്പം നമ്മൾ മാറ്റി വെച്ചേക്കണ ആ പകുതി നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മന്തിയുടെ മസാല ഉണ്ടാക്കണം. അതിനു വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ, സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത പാനിൽ ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കണം.
അപ്പോൾ നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ തക്കാളി നന്നായി വാടിയ ശേഷം നമുക്ക് ആ മട്ടൻ്റെ സ്റ്റോക്ക് നമുക്ക് ഈ തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരല്പം മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയും ചോറും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ചോറ് ഈ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഈ ചോറിലേക്കൊന്ന് അടിയിലേക്ക് താത്തി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ കുക്ക് ചെയ്ത മട്ടനും കൂടിയും വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചോറൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് ഞാൻ ഒരല്പം സാഫ്രോൺ വെള്ളത്തിൽ കലക്കിയിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ചോറ് നന്നായി സ്മോക്കി ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. ഞാൻ അല്പസമയം നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ മന്തി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് മട്ടൻ മന്തി നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മന്തിയുടെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.